ആളുകളുടെ തലവര തെളിയുന്നത് എങ്ങനെയെന്ന് പറയാനാവില്ല. ചിലപ്പോൾ അതിനുള്ള ഒരു നിമിത്തമായി ചില ആളുകൾ മാറും. അത്തരം ആളുകളുടെ മുന്നിൽ ചെന്നെത്തുക എന്നൊരു ജോലി മാത്രമാണ് നമുക്കുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതുവരെ നമുക്ക് പണിയുള്ളൂ. പിന്നെ നമ്മൾ വെറും ഒരു കാഴ്ചക്കാരായി ഇരുന്നു കൊടുത്താൽ മതിയാവും. കാര്യങ്ങൾ അങ്ങനെ സുഖമായി മുന്നോട്ട് പോയിക്കോളും. ഇങ്ങനെ ഭാഗ്യം പരിന്തിൻകാലിൽ വന്ന ഒരാളിന്റെ കഥ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വേറെ ആരുമല്ല കഥാനായകൻ. ആള് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ വടിവേലുവാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്താണ് വടിവേലുവിന്റെ തലവര മാറി മറിയുന്നത്. വടിവേലു അപ്രതീക്ഷിതമായി സിനിമയിൽ എത്തിയ കഥ പറയുന്നത് സിനിമാ സംവിധായകനായ ആലപ്പി അഷ്റഫ് ആണ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആലപ്പി അഷ്റഫ് ആ കഥ പറയുന്നത്. ഒരു സിനിമാ കഥ പോലെ ഒറ്റയടിക്ക് സംഭവിച്ച ട്വിസ്റ്റ് ആണ് വടിവേലുവിനെ നമ്മൾ ഇന്നറിയുന്ന ആളാക്കി മാറ്റിയത്. വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിൽ ആയിരുന്നു വടിവേലു ജനിച്ചതും വളർന്നതുമെല്ലാം. തീരെ ചെറുപ്പത്തിൽ തന്നെ ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു കൊടുത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. എന്നാൽ അക്കാലത്തും കോമഡി ആയിരുന്നു വടിവേലുവിന്റെ ഇഷ്ടവിഷയം. ഓരോ സംഭവങ്ങളും കഥകളും ഒക്കെ കോർത്തിണക്കി അദ്ദേഹം ഉണ്ടാക്കിയ കഥ കേൾക്കാനായി ചെറുപ്പം മുതൽ തന്നെ തനിക്ക് ചുറ്റും ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കാൻ വടിവേലുവിനു കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. കഥയ്ക്ക് വേണ്ടി സംഭവങ്ങൾ തനിക്ക് ചുറ്റും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വടിവേലുവിന് വിഷയത്തിന് പഞ്ഞം ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് നടനും സംവിധായകനുമായിരുന്ന രാജ്കിരൺ തന്റെ ഫാൻസ് അസോസിയേഷൻ നേതാവായ ഇളങ്കോയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ മധുരയിൽ എത്തുകയുണ്ടായി. രാജ്കിരണിന് കൂട്ടായിരിക്കാൻ ഇളങ്കോ അയച്ചത് വടിവേലുവിനെയായിരുന്നു. ഹോട്ടൽ മുറിയിൽ രാജ്കിരണിന് കൂട്ടായി ഇരിക്കുന്നതിനിടെ വടിവേലു തന്റെ കോമഡി നമ്പറുകളൊക്കെ അദ്ദേഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചു. നാട്ടുമ്പുറത്തുകാരനായ വടിവേലുവിന്റെ തമാശകൾ കണ്ട് രാജ്കിരൺ ആസ്വദിച്ചു ചിരിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം രാജ്കിരൺ പുതിയൊരു സിനിമ എടുത്തപ്പോൾ ഒരു കോമഡി താരത്തെ ആവശ്യമായി വന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് മധുരയിൽ തന്നെ ചിരിപ്പിച്ച വടിവേലുവിനെ ഓർമ്മ വന്നു. ഇളങ്കോ വഴി വടിവേലുവിനെ വിളിപ്പിച്ച രാജ്കിരൺ സിനിമയിൽ അദ്ദേഹത്തിന് ചെറിയൊരു വേഷം നൽകി. വടിവേലു തന്റെ കയ്യിലുള്ള നമ്പറൊക്കെ ഇട്ട് അഭിനയം ഗംഭീരമാക്കി. അത് ഇഷ്ടമായ രാജ്കിരൺ ഒരു പാട്ട് സീനിലും വടിവേലുവിനെ അഭിനയിപ്പിച്ചു. സിനിമ ഇറങ്ങിയതോടെ വടിവേലു ശ്രദ്ധിക്കപ്പെട്ടു. വേറെയും വേഷങ്ങൾ വരാൻ തുടങ്ങി. പിന്നീട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ തമിഴ് സിനിമയിലെ ഹാസ്യ രാജാവായി വടിവേലു മാറി. 2023 പുറത്തിറങ്ങിയ മാരി സെൽവരാജിന്റെ മാമന്നൻ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ അഭിനയത്തിലൂടെ എല്ലാതരം വേഷങ്ങളും തനിക്ക് സാധിക്കുമെന്നും വടിവേലു തെളിയിച്ചു. കാതലൻ സിനിമയിൽ പ്രഭുദേവയ്ക്കൊപ്പം ചെയ്ത വേഷം ബ്രേക്കായി. ചിലപ്പോൾ ചെറിയൊരു നിമിഷം മതിയാവും നമ്മുടെ എല്ലാം വിധി തന്നെ മാറി മറിയാൻ. അതിനു പറ്റിയ ചില സാഹചര്യങ്ങൾ വരണമെന്ന് മാത്രം. അല്ലെങ്കിൽ ഒരു സിനിമാ പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത ഏതോ സ്ഥലത്ത് കിടന്ന ഒരാളിന് വിധി ഒരു വിവാഹത്തിന്റെ രൂപത്തിൽ എത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം നഷ്ടപ്പെട്ട് നിലം പതിച്ചാലും ഒരു കൈ നമുക്ക് നേരെ ഉയരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക.